ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടവരെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ആ സഹോദരിമാർക്ക് ഈ രാജ്യം നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഇതിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇതിനിപ്പുറത്തേക്കോ നമുക്കൊരു സൊല്യൂഷൻ പറയാനില്ല. പിന്നെ തീവ്രവാദികളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? രാരീരം പാടി ഉറക്കണോ? അവർ രാരീരം പാടി ഉറക്കുന്ന സമയത്ത് നമ്മൾക്ക് ജാതകഥകളും പഞ്ചതന്ത്ര കഥകളും അതേപോലെ ചില മോറൽ സ്റ്റോറീസൊക്കെ പറഞ്ഞ് മക്കളെ നിങ്ങൾ ആൾക്കാരെ കൊല്ലരുത്, നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന പറഞ്ഞ രീതിയിൽ അവരെ രാരീരം പാടി ഉറക്കണം. അതാണ് ചില ആളുകളുടെയൊക്കെ വിചാരം ഈ വിഷയത്തിൽ. യുദ്ധം എന്ന് പറയുന്നത് ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. വളരെ കുറച്ച് പേരായിരിക്കും യുദ്ധക്കൊതിയുള്ള ആളുകൾ. പക്ഷെ സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം യുദ്ധം ഉണ്ടാക്കാൻ പോകുന്ന കെടുതികൾ, അതൊരു രാജ്യത്തിന് വരുത്തി വെക്കുന്ന സാമ്പത്തിക ബാധ്യത. എത്ര വലിയ സാമ്പത്തിക ശക്തിയാണെന്നുണ്ടെങ്കിലും യുദ്ധം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ആ രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കും. അപ്പം നമ്മുടെ രാജ്യത്തിനൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെടുക്കണമെന്നും അതോടൊപ്പം തന്നെ നമ്മളുടെ സൈനികർ മരിക്കണമെന്നോ അപ്പുറത്ത് വശത്തിരിക്കുന്ന ആളുകൾ മരിക്കണമെന്നോ ഒരാഗ്രഹവുമില്ല. അതേസമയം മനുഷ്യരെ നിർദാക്ഷിണ്യമില്ലാതാക്കുന്ന ഒരു മതത്തിന്റെ പേരിൽ, മതതീവ്രവാദത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ ഒരു രാജ്യത്തോടുള്ള വിരോധത്തിന്റെ പേരിൽ പിന്നിൽ നിന്ന് ആക്രമിച്ചു കൊല്ലുക, സാധാരണക്കാരെ കൊല്ലുക, അങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് നമ്മുടെ രാജ്യം നൽകിയ ഒരു കൃത്യമായ നടപടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. അവർക്ക് ഭീകരവാദം ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് വലിയ മാനവികത, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ തീവ്രവാദികൾ അങ്ങോട്ട് ആക്രമിച്ചാലോ അപ്പോൾ തന്നെ മാനവികതയായി, മനുഷ്യത്വമായി. തീവ്രവാദികളും മനുഷ്യരാണ്. വണ്ടർഫുൾ. ഒരു റിയാസ് അലി, ഇവൻ ആരാന്ന് എനിക്കറിയില്ലെന്ന് കേട്ടോ. പക്ഷെ 1-2 പേര് റിയാക്ട് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതവനാണ് ഈ റിയാസ് അലി. അപ്പോൾ ആണ് അറിഞ്ഞത് പുള്ളി ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്രയും. അല്ല, ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള പല ഊളകളും ഒന്ന് പെടാറുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വിഷയം. അതൊന്ന് നമുക്ക് നോക്കാം. ഒരു സുചിത്ര വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് സ്റ്റോറി ഇട്ടിരിക്കുന്നത്. In the early hours of May 6, India launched strike under Operation Sindoor, targeting Kotli, Muzaffarabad and Ahmedpur East. At least 3 civilians, including a child, were killed and 12 others injured. 2 mosques were reportedly struck. Even in peacetime, Indian media is rife with misinformation, disinformation and outright lies. In the aftermath of this attack, double-check everything before you share it. But more importantly, remember, Modi needs a war. He needs it to distract from the failure of his 2 terms. He needs to cling to power. ഈ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട് ധർമ്മപുരാണം എന്ന് പറയുന്ന നോവലിൽ. ഭരണാധികാരിക്കെതിരെ വികാരമുണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അതാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് അനലൈസ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഈ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ. ഈ സംഭവം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ 3 പേര് മരിച്ചു, ഒരു കുഞ്ഞു മരിച്ചു എന്നുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഇൻഫർമേഷനാണ്, മിസ്ഇൻഫർമേഷൻ അല്ല, ഡിസ്ഇൻഫർമേഷൻ അല്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്തത്? ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഇരു കൂട്ടരും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ പുറത്തുവിടാറുണ്ട്. യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. പക്ഷേ ഒരു സൈഡിൽ വരുന്നത് ഡിസ്ഇൻഫർമേഷനും മറ്റേ സൈഡിൽ വരുന്ന ഇൻഫർമേഷനുമാണെന്ന് എങ്ങനെയാണ് ഈ പറയുന്ന സുചിത്ര വിജയൻ വാലിഡേറ്റ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. അത് ഷെയർ ചെയ്തുകൊണ്ട് ഒരുത്തം പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. ഈസ് ദിസ് വാട്ട് യു കോൾ ജസ്റ്റിസ്? ബോഡീസ് ഓഫ് ബേബീസ്, സിവിലിയൻസ് ആൻഡ് ഷാറ്റേർഡ് ഹോംസ്. ഇഫ് യുവർ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ് ഡെഡ് ചിൽഡ്രൻ, ദെൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റിസ്, ഇറ്റ്സ് നോട്ട് ഓണർ. ഇറ്റ്സ് യു, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി ഫോർ ദിസ്. അതായത് ഈ പറയുന്ന റിയൽ ആസ് അലിക്ക്, ഈ പറയുന്ന ബിഗ് ബോസ് ഊളയ്ക്ക് ഇന്നലെ ഇന്ത്യ നടത്തിയത് അവൻ അത്ര വലിയ അഭിമാനം എന്നുള്ള കാര്യമായിട്ട് തോന്നിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിവിലിയൻസിനെ കൊന്നു, ബേബീസിനെ കൊന്നു. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യ ഇങ്ങനെ കയറിയിട്ട് സിവിലിയൻസിനെയൊക്കെ അങ്ങനെ തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇന്റർനാഷണൽ സമൂഹത്തോട് മറുപടി പറയേണ്ട ഒരു ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അത്തരത്തിൽ ഒരു താഴ്ന്ന നിലയിലേക്ക് പോകാൻ ഇന്ത്യ ഒരിക്കലും ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ മെഷേർഡായി, വളരെ കാൽക്കുലേറ്റഡ് ഒരു അറ്റാക്ക് നടത്തിയത്. 24 സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്തിട്ട് അതിൽ 9 സ്ഥലങ്ങൾ മാത്രം ആക്രമിക്കാൻ കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള സിവിലിയൻസിന്റെ ആ ഒരു ക്രൗഡാണ്. അതൊഴിവാക്കി ഒരു സിവിലിയൻ പോലും മരിക്കാൻ പാടില്ല, ഒരു ആർമി മെൻ പോലും മരിക്കാൻ പാടില്ല, തീവ്രവാദികൾക്കെതിരെ മാത്രം ടാർഗറ്റ് നടക്കുന്ന ഒരു അറ്റാക്കാണ് നടത്തിയതെന്ന് പറയുമ്പോൾ തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്, വേറെ ആരും കൊല്ലപ്പെട്ടില്ലെന്ന് പാകിസ്ഥാൻ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ പാകിസ്ഥാന് വേണ്ടി ഒരു സെന്റിമെന്റ്സ് ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്.
ആ സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ സിവിലിയൻസ് മരിച്ചു, കുട്ടികൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷനാണ്. അതേസമയം തീവ്രവാദികളെയാണ് കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ഇൻഫർമേഷനാണ്. പ്രസ് ബ്രീഫിംഗ് നടത്തിയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. പ്രസ് ബ്രീഫിംഗ് നടത്തിയതിനു ശേഷം അതിൽ പറഞ്ഞ സ്പെസിഫിക് ആയ ഒരു വാക്കാണ് മെഷേർഡ് ആൻഡ് നോൺ എസ്കലേറ്ററി. അതായത് ഈ സംഭവം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, അപ്പുറത്തേക്ക് പോകാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് പോകാനായിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിർത്തി. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഇതൊരു കാര്യം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവന്മാർ ഈ പബ്ജി കളിക്കുന്ന പോലെയുള്ള സ്റ്റോറികൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ കാര്യങ്ങൾ കാണുകയും ചെയ്യും. അത് നമുക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടത് 15 ഗ്രാമീണരാണ്. എവിടെ പോയി ഈ മാനവിക ബോധം ഇവരുടെയൊക്കെ? ഈ പറയുന്നവൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റാണ് ഈ കാണുന്നത്. 15 civilians killed in Pakistan shelling and 4 children among dead. ഇതാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മളെ സ്ഥിരമായിട്ടുള്ള മാനവികതയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Who are those people so quick to parrot no civilians were harmed, as if repeating it makes it true? For their safe little comfort zone നോട്ട് ചെയ്ത് വെച്ചേക്കെ, they cheer to violence while real people bleed. This is not patriotism, it's moral decay masked as nationalism. The innocent lives in Pahalgam, the civilians killed today in Kashmir, they were not numbers, they were futures, families, dreams. They deserve peace, not propaganda. They deserve tomorrow. Now what? More deaths. അതിൻ്റെ അടിയിൽ ഒരു വരി ഞാൻ പ്രതീക്ഷിച്ചിരുന്നേ, റിയലാസ് അലി, ഷെയ്ം ഓൺ യു പാകിസ്ഥാൻ, അറ്റ്ലീസ്റ്റ് ഷെയ്ം ഓൺ ദി അതർ നേഷൻ. പേര് സ്പെസിഫൈ ചെയ്യണ്ട. 3 പേര് കൊല്ലപ്പെട്ടപ്പോൾ ഷെയ്ം ഓൺ മൈ നേഷൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് 15 പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഷെയ്ം ഓൺ ദി അതർ നേഷൻ എന്തേ തോന്നാത്തത്? ഇതിനെയാണ് സെലക്റ്റീവ് മാനവികത എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ തുടക്കത്തിൽ ചോദിച്ചതുപോലെ തീവ്രവാദികളെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഈ മാനവികതക്കാരൊക്കെ കുറച്ച് സുവിശേഷകരെയും കുറച്ച് ശാന്തി സംസാരിക്കുന്ന സന്യാസികളെയും പിന്നെ അതുപോലെ മതത്തിലെ കുറച്ച് നേതാക്കളെയും അങ്ങനെ ഈ പീസ്ഫുള്ളായിട്ട് സംസാരിക്കുന്ന ആളുകളെയൊക്കെ കൂട്ടി നേരെ ഈ തീവ്രവാദി ക്യാമ്പുകളിലേക്ക് ചെല്ലുക. എന്നിട്ട് അവരെയൊക്കെ മാനവികതയും മനുഷ്യത്വമൊക്കെ പഠിപ്പിച്ച് നല്ല കുട്ടികളൊക്കെ വളർത്തി നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ നല്ല കുട്ടികളായിട്ട് വളർത്തിയിട്ട് അങ്ങനെ ഇതൊന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അതാണല്ലോ നമ്മൾക്ക് വേണ്ടത്. അവരിപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് അനുസരിക്കും. നിങ്ങളീ പറഞ്ഞല്ലേ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെന്ന്. അവരെ കൊന്നത് ആരാണ്? ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടതാണ് അവര് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടതാണ്. അവരുടെ ഉദ്ദേശം അത് മാത്രമായിരുന്നോ? പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അവരുടെ ഫസ്റ്റ് പ്രൊവോക്കേഷൻ എന്തായിരുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് റിലീജിയസ് ഫ്രിക്ഷൻ ഉണ്ടാവണം, ഇവിടെ മതങ്ങൾ തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാക്കി തമ്മിലടിക്കണം, അതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞാണ് അവർ കൊന്നത്. അതിന്റെ അലയൊലികൾ ഇവിടെ ഉണ്ടായില്ല. എത്രയോ ആളുകൾ വിദ്വേഷ പോസ്റ്റുകൾ ഇട്ടു. അതോട് ബന്ധപ്പെട്ട് ഒരു മതത്തിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടു. ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുമ്പോൾ മുസ്ലിമിനെതിരെയും കാശ്മീരിക്കെതിരെയും അല്ല, തീവ്രവാദത്തിനെതിരെയാണ് തിരിയേണ്ടത്. ആ തീവ്രവാദത്തിനെതിരെ തിരിഞ്ഞതാണ് നമ്മൾ കണ്ടത്. അതിന്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നേ, അതില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എന്തായാലും ഈ ഗവൺമെന്റ് ഉണ്ടാകും. അപ്പോൾ ആ അഡ്വാൻറ്റേജ് എടുക്കുമെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ധരിക്കും എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ കരുതുമെന്ന് കരുതി തീവ്രവാദികളെയൊക്കെ നമ്മൾ കൈകൂപ്പി വണങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു സൊല്യൂഷൻ പറ. തീവ്രവാദികളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? അവരെല്ലാവരും കൂടി ഒരു ധ്യാനം കുടിപ്പിച്ചാൽ മതിയോ? 15 പേരിന്ന് കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള ഷെയിം തോന്നിയില്ല മറ്റേ രാജ്യത്തിന്റെ പേരിൽ? അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എടുത്തിരുന്ന വാക്കാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയ എന്താണ്, നാഷണലിസം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ബോധ്യം എനിക്കുണ്ട്. കാരണം എനിക്കൊരു ഫേക്ക് നാഷണലിസം ഉള്ള ഒരാളല്ല. എന്നെ അറിയാവുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ക്രിക്കറ്റ് കളി വരുമ്പോൾ അപ്പുറത്ത് പാകിസ്ഥാനാണെന്ന് കരുതി എൻ്റെ മനസ്സ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ആവേശം കൊള്ളാറൊന്നുമില്ല. ഏത് രാജ്യത്തിനെതിരെ ഇന്ത്യ കളിക്കുന്നോ അതേ ഫീൽ തന്നെയാണ് എനിക്ക് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോഴും തോന്നുന്നത്. പാകിസ്ഥാനെതിരെ രാജ്യം തോറ്റുകഴിഞ്ഞാൽ, പാകിസ്ഥാനെതിരെ ഇന്ത്യ തോറ്റുകഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനം പോയി എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. ഒരു കളിയിൽ ഇന്ത്യ തോറ്റു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും സംഭവം അവിടെയില്ല. അടുത്ത കളിയിൽ ജയിക്കും, കളിയാണ്. ഒരു ടീം ജയിക്കും, ഒരു ടീം തോക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫേക്ക് ദേശീയത ഒന്നും എനിക്കില്ല. നിങ്ങൾ ഈ നാഷണലിസമിനകത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ കൂടെ പാകിസ്ഥാനിലും ജോലി ചെയ്തിട്ടുണ്ട്, ബംഗ്ലാദേശിലും ജോലി ചെയ്തിട്ടുണ്ട്, അതേപോലെ മറ്റ് രാജ്യങ്ങളിലുള്ള വ്യക്തികളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എന്നെ വേറൊരു രാജ്യത്ത്, ആ രാജ്യത്തെ ലൈസൻസ് എടുക്കുന്നതിന് ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു പാകിസ്ഥാൻകാരനാണ്. ഒരു പാകിസ്ഥാൻകാരൻ ഇന്ത്യക്കാരനെ പഠിപ്പിക്കുന്നുള്ള ചിന്തയൊന്നുമല്ല അതിനകത്തുണ്ടായിരുന്നത്. ഈസ് എ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് കണ്ടിട്ട്
ഓ നീ മതക്കാരാണ് അപ്പൊ നീ തീവ്രവാദിയാണ് എന്ന് പറയുന്നതാണ് ഇസ്ലാമോഫോബിയ. അല്ലെങ്കിൽ നീ ചെയ്യുന്നതൊക്കെ തീവ്രവാദമാണെന്ന് പറയുന്നതാണ് ഇസ്ലാമോഫോബിയ. അല്ലെങ്കിൽ നീ തീവ്രവാദിയായി തീരും എന്ന രീതിയിൽ നിന്നെ ആക്രമിച്ച് കീഴടക്കാൻ നോക്കുന്നതാണ് ഇസ്ലാമോഫോബിയ. അല്ലാതെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അതിനെതിരെ ആളുകൾ പ്രതികരിക്കുമ്പോൾ എൻ്റെ പേരാണ് പ്രശ്നം, എൻ്റെ മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ അല്ല. അതിനെയാണ് കാർഡ് ഇറക്കി കളിക്കലെന്ന് പറയുന്നത്. ആ കാർഡ് 4 മടക്കി എലി തിരികെ വെച്ചാൽ മതി. എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.